ലോകകപ്പിന് വരവേൽക്കാൻ KSRTC ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്രയുമായി കൊച്ചിയിലെ ഫുട്ബോൾ കൂട്ടായ്മ സദേൺ ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു വിളംബര യാത്ര. അർജന്റീനയുടെയും ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും ആരാധകർ ലോകകപ്പിന്റെ ആവേശം വിളിച്ചോതി ആനവണ്ടിയിൽ യാത്ര നടത്തി. ജോയ്മോൻ ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ലോകകപ്പിന് പന്തുരുളാൻ മണിക്കൂറുകൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. കൊച്ചിയിലാകട്ടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് മുതൽ ജില്ലയിലുള്ള പല ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ ഫുട്ബോളിനെ വരവേൽക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ഡബിൾ ഡെക്കർ, അതായത് KSRTC ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര നടത്തുന്നത്. അപ്പം നമുക്ക് അവരോട് ചോദിക്കാം, ചേട്ടാ എന്താണ് ഇങ്ങനെ യാത്രയുടെ ഉദ്ദേശം? നമ്മൾ വേൾഡ് കപ്പിനെ സ്വാഗതം ചെയ്യാം. വേൾഡ് കപ്പ് നമ്മളെ, അതായത് ഫുട്ബോൾ എന്നുള്ളത് നമ്മളെ ഞരമ്പ് കൂടിയുള്ള ഒരു എനർജിയാണത്. അത് നമുക്ക് എപ്പോഴും മറക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേൾഡ് കപ്പിനെ, നാളെ ആരംഭിക്കാൻ പോകുന്ന വേൾഡ് കപ്പിനെ നമ്മൾ സ്വാഗതം ചെയ്യുക. വളരെ വെൽക്കം. ഏത് രീതിയിലാണെന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയാണ് KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്. അതാകുമ്പോൾ സിറ്റി റൈഡിലൂടെ എല്ലാവരെയും അറിയിക്കാൻ പറ്റും. അതിനെ സുഖമായിട്ട് വാം ചെയ്ത് നമുക്ക് കളി കാണാൻ ആസ്വദിക്കാനൊക്കെ കഴിയും. നിങ്ങളൊക്കെ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നവരാണോ? ഞങ്ങളൊക്കെ കൊച്ചിയിൽ തന്നെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. ഞങ്ങളെല്ലാം സദേൺ ഫുട്ബോൾ ക്ലബ് എന്ന ഒരു ക്ലബിന്റെ പേരിലാണ് ഞങ്ങളെല്ലാം കൂട്ടായ്മയായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ബ്രസീലിലെ ജേഴ്സി ഇത്തവണ ബ്രസീൽ കപ്പടിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. സുൽത്താനൊക്കെ ഉണ്ട് ഇത്തവണ സുൽത്താൻ ടീമിൽ. അതെ, എല്ലാ ബ്രസീലിനെ പറ്റി വളരെ നല്ല പ്രതീക്ഷയാണ്. കപ്പടിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. ഇംഗ്ലണ്ട് ആരാധകനാണ്. തീർച്ചയായിട്ടും ഇത്തവണ കെയ്ൻ കപ്പടിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. എന്റെ കൂടെ ഉള്ള രണ്ടുപേരെ മേളിൽ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ചു പേരേ ഉള്ളൂ ഫാൻസ്. എന്നിരുന്നാൽ കൂടി നമ്മൾ കപ്പടിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് അർജന്റീനയുടെ ആരാധകരുണ്ട്, അതായത് നമ്മുടെ സ്വന്തം മെസ്സിയുടെ ആരാധകർ അല്ലേ? ഞങ്ങൾ മെസ്സിയുടെ ആൾക്കാരാണ്. മെസ്സിയുടെ നാലാമത്തെ കപ്പിന് വേണ്ടി ഞങ്ങൾ അടിയുറച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഈ കൊല്ലവും ഞങ്ങൾ നേടിയിരിക്കും. ഇപ്രാവശ്യം നമ്മൾ വളരെ കൂളും കാമായിട്ടുള്ള കളിയാണ്. ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല. കാരണം ഞങ്ങളിപ്പോൾ രാജാക്കന്മാരായിട്ട് തന്നെയാണ്. ഞങ്ങൾ രാജാക്കന്മാരാണ്. നാലാമത്തെ കപ്പും ഞങ്ങൾ അടിക്കും. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം കഴിഞ്ഞ തവണ കപ്പ് അടിച്ചു. അപ്പൊ ആ കപ്പ് കിട്ടിയതുകൊണ്ട് ഒരു പോരാട്ടത്തിൽ കുറച്ചിലുണ്ടാവും. 100% പെർഫോമൻസിലാണ് നമ്മൾ ഇരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കപ്പടിയൽ ഒരു കാര്യം പറയാൻ ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അഭിലാഷം സാക്ഷാത്കരിച്ചത് തന്നെയാണ്. ഞങ്ങളുടെ ജീവിതം ജനിച്ചതിൽ, ഞങ്ങൾ അർജന്റീന മെസ്സി ഫാൻസ് ഒക്കെ ആയിട്ട് ജനിച്ചതിൽ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു അഭിലാഷം കഴിഞ്ഞ വർഷം പോവാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ശരിക്കും ഹാർട്ട് അറ്റാക്ക് വന്ന് കണ്ടോണ്ടിരുന്ന ഒരു കളിയാണ്. അറ്റാക്ക് വരാഞ്ഞ് വീട്ടുകാരുടെ ഭാഗ്യം. വലിയ ഒരു ആവേശത്തിൽ തന്നെയാണ് ആരാധകരൊക്കെയും. അതായത് ലോകകപ്പിന് പന്തുരുളാൻ ഇനി ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ അതൊക്കെ വിവരം കൊച്ചിക്കാരെ അറിയിക്കുക, ഫുട്ബോൾ ലോകകപ്പിനെ വരവേൽക്കുക, അതിനുള്ള യാത്രയിലാണ് ഇവർ. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ അലോഷിക്കൊപ്പം ജോയ്മോൻ ജോസ്, ന്യൂസ് മലയാളം.